ഓം ശാന്തി. ശരിക്കും എന്താണ് ഞാനെന്നും എൻ്റെ ഉള്ളിലെ ശക്തികൾ എന്തെന്നും എനിക്ക് എന്നെ എങ്ങനെ മോൾഡ് ചെയ്യാമെന്നും മനസ്സിലാക്കിയാൽ അതോടെ ജീവിതം എവിടേക്ക് വേണോ അവിടേക്ക് നയിക്കാനും നമുക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എവിടെയാണ് നമുക്ക് പാകപ്പിഴ വരുന്നത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാലം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഡെവലപ്പ് ചെയ്തു പോയ ഒരുപാട് ഫയലുകളുണ്ട്. പലതവണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് മാത്രം അവിടെ കടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ ബാല്യം മുതൽ ഒരു 7 വയസ്സ്, ജന്മം മുതൽ 7 വയസ്സ് അഥവാ 12 വയസ്സ് പറയാം, 7 വയസ്സ് വരെ ഒന്നും തന്നെ വിശകലനം ചെയ്യാതെ സ്വീകരിച്ച കാര്യങ്ങളും അത് കഴിഞ്ഞ ശേഷം കുറച്ച് നമ്മുടെ വിശകലന ബുദ്ധി വരാൻ തുടങ്ങിയെങ്കിലും അത് പൂർണ്ണ പാകപ്പെടാത്തതുകൊണ്ട് ശരിയെന്ന് വിചാരിച്ചു പോയ ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു കുടുംബവുമായിട്ട് അടുത്തിടപഴകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. ആ അനുഭവം ശരിക്കും എങ്ങനെയാണ് കൊച്ചു മക്കളുടെ മനസ്സിലേക്ക് യാതൊരു വിശകലനവും ഇല്ലാതെ കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ കുടുംബത്തിൽ അച്ഛനും അച്ഛൻ്റെ അമ്മയും ആ കുഞ്ഞും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മോനാണ്, 3ലോ മറ്റോ പഠിക്കുന്നു, അത്രയേ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് 2ലോ 3ലോ എൻ്റെ ഏതാണ്ട് ഒരു ഓർമ്മ ശരിയാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നുള്ള അനുഭവമാണ്. ഈ കുട്ടിക്ക് സാധാരണ ടീച്ചർമാർ കുട്ടികളെ കത്തെഴുതാൻ പഠിപ്പിക്കുമല്ലോ, അതുപോലെ ഈ കുട്ടിയുടെ അടുത്തും പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഒരു ഹോംവർക്ക് കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് അവനോട് ഒരു കത്ത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും എഴുതി ക്ലാസ്സിലിരുന്ന്. ഈ കുട്ടിയും എഴുതിയ ആ കത്ത്, പക്ഷേ ആ കത്തിൽ എഴുതിയതായിട്ടുള്ള വാക്കുകൾ വളരെ മോശം വാക്കുകളായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല ആ വാക്കുകൾ, അത്തരം വാക്കുകളാണ് കുട്ടി എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ പേര് എഴുതിയ ശേഷം പിന്നെ മുഴുവൻ എഴുതിയത് അങ്ങനെ ഇങ്ങനെ പറയണ്ട അങ്ങനെ എഴുതി വെച്ചത്. എല്ലാ കുട്ടികളും പേപ്പർ മടക്കി ടീച്ചർ എടുത്ത് കൊടുത്തു. ടീച്ചർ എല്ലാ കുട്ടികളെയും കത്ത് വായിക്കുമ്പോൾ ഈ കുട്ടിയുടെ കത്ത് കണ്ടപ്പോൾ ടീച്ചറുടെ കണ്ണ് തള്ളിപ്പോയി. ടീച്ചർ പിറ്റേ ദിവസം തന്നെ അവൻ്റെ അച്ഛനെയും അച്ഛമ്മേനെയും വിളിച്ചു വരുത്തി കത്ത് കാണിച്ചു കൊടുത്തു. ഇതെന്താണ് ഈ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്, ഇതെന്താണ് ഇവനിങ്ങനെ പറയുന്നത്? ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടെന്ന്. ടീച്ചർ അവരെടുത്ത് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ മനസ്സിലായ കാര്യം എന്താ അറിയോ? ദേഷ്യം വരുമ്പോൾ വീട്ടിൽ അമ്മയില്ലാത്തതിൻ്റെ, കുഞ്ഞിൻ്റെ അമ്മയില്ലാത്തതിൻ്റെ വലിയൊരു കുറവുണ്ട് അവിടെ. പലപ്പോഴും അവൻ്റെ കാര്യങ്ങൾ, മോനാണെങ്കിൽ കുറച്ച് വികൃതിയാണ്, അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ തർക്കം ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും അച്ഛനും അച്ഛമ്മയും വളരെയധികം ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് ഈ വാക്കുകളൊക്കെ. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല വാക്കോ ചീത്ത വാക്കോ കുഞ്ഞിനെന്തറിയാൻ? അതുകൊണ്ട് അവൻ്റെ കൂട്ടുകാരനെ വിളിക്കേണ്ടി വന്നപ്പോൾ അവൻ കണ്ട ഏറ്റവും നല്ല റിലേഷൻ അവൻ്റെ അച്ഛമ്മയും അവൻ്റെ അച്ഛനും, അവർ പരസ്പരം വിളിച്ചിരുന്ന വാക്കുകളെയൊക്കെ തന്നെ കൂട്ടുകാരൻ്റെ പേരിൽ അവനങ്ങ് എഴുതി വെച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുമ്പോൾ, നമ്മൾ പരസ്പരം വഴക്കടിക്കുമ്പോൾ പറയുമ്പോൾ, എസ്പെഷ്യലി ഒരു 1-2 വയസ്സായ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ അവൻ്റെ മുന്നിൽ കലഹിക്കാറുണ്ട്, വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങൾ എറ്റ്സെട്ര. ഞാൻ അതൊന്നും എക്സ്ട്രാ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ റെക്കോർഡായി പോയ പലതും ഉണ്ട്. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ റെക്കോർഡായ പോലെ 7 വയസ്സ് വരെ തിരിച്ചറിയാതെയും 7 വയസ്സായ ശേഷം ഇതെന്തിനാണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ വായിക്കുന്ന ബുക്കുകൾ, കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ സാറ്റിസ്ഫൈഡായി സംതൃപ്തിയായി നമ്മൾ റെക്കോർഡ് ചെയ്തു പോയി വെച്ച ശരികളുടെ ഒരു വലിയ ഫയൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഫയലിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. അതുകൊണ്ട് വേറെ ഒരാൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല. നിങ്ങളെ മാറ്റാൻ തയ്യാറാണോ? അവനവനെ നന്നാക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? എന്നാൽ മാത്രമേ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതേത് തരത്തിലുള്ള മാറ്റം ആയിക്കോട്ടെ. നിങ്ങൾ ഇന്ന് 0 ആണ്, നാളെ ഒരു ബില്യണയർ ആവണമെങ്കിൽ അതിനും മാറ്റം ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ.
നിങ്ങൾക്കിന്നൊരു വാക്ക് സംസാരിക്കാൻ പറ്റാത്ത ആളാണ്. നാളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കണോ? ഇവിടെ പ്രവർത്തിച്ചേ പറ്റൂ. നിങ്ങൾക്കൊന്നും ആക്ട് ചെയ്യാൻ അറിയില്ല, നാളെ ക്യാമറയ്ക്ക് മുന്നിൽ ഷൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ പ്രവർത്തിച്ചേ പറ്റൂ. തുടക്കം അവനവനിൽ നിന്ന് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ വീണ്ടും ആവർത്തിക്കുകയാണ്. മെഡിറ്റേഷൻ പഠിക്കണം, ഞാൻ ആരെന്നുള്ള കാര്യം തിരിച്ചറിയണം, ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ വരണം. ഒരു കാര്യം നമുക്കറിയാലോ, പവർഫുള്ളായിരിക്കുന്ന ഒരു കറണ്ട് പ്രവഹിക്കുമ്പോൾ സാധനങ്ങൾ കത്തിപ്പോവാറുണ്ട്. ആ പരമശക്തിയായ ഭഗവാന്റെ ഊർജത്തെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിപ്പിക്കാൻ സാധിച്ചാൽ കത്തിച്ച് കളയാൻ പറ്റാത്ത ഒരു ഫയലുമില്ല. എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പറയുകയാണ്. എന്തും മാറ്റിമറിക്കാം. പക്ഷെ ഒരു കാര്യം, അതിന് നിങ്ങൾക്ക് കുറച്ച് പതുക്കെ കയറി ആ ഫുൾ കറണ്ടിലേക്ക് കണക്ഷനിലേക്ക് വരണം. അതിനു മുന്നേ നിങ്ങൾ ഇന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ പോകുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും കൂടെ ചെയ്യാനുള്ളൊരു വിദ്യ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് ഉപബോധ മനസ്സിനെ പരിവർത്തനം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമായിരിക്കും. കുറച്ച് സമയം എടുത്തിട്ട് കുറച്ച് എന്തെങ്കിലും ടെൻഷനോ ഇറിറ്റേഷനോ വിഷമോ വരികയാണെങ്കിൽ കുറഞ്ഞ സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കും. മിണ്ടാതിരിക്കുക. നിങ്ങൾ ഒരാളുടെ അടുത്തൊരു സംഘർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സംസാരം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മോശം റിസൾട്ട് കണ്ടു, ലൈഫിൽ എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം ഉണ്ടായി എങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്ന മൊമെൻറ്റിൽ പറ്റുമെങ്കിൽ 3 to 5 minutes 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള സമയം ഏകാന്തമായൊരു സ്ഥലം കണ്ടെത്തുക. അവിടെ ഇരുന്നിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. മുകളിൽ ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കൊച്ചു കൊച്ചു മേഘങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നതായിട്ട് സങ്കല്പത്തിൽ കാണുക. ചിന്തിച്ചു നോക്കുക. നമ്മുടെ മനസ്സിലുള്ളതായിട്ടുള്ള ഓരോ ചിന്തകളാണ് ഓരോ മേഘങ്ങൾ. അതിലെഴുതി കാണിക്കും പോലെ എന്നോട് ചീത്ത പറഞ്ഞാലുള്ള മുഖം ദാ വരുന്നു, ആ കാര്യം പറഞ്ഞ് അങ്ങ് കടന്നുപോയി. എന്നോട് സ്നേഹത്തോടെ പറഞ്ഞാലുള്ള മുഖം വരുന്നു, അവരുടെ വാക്കുകൾ വരുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു, കടന്നുപോയി. നിങ്ങളൊരു കാഴ്ചക്കാരനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് മെഡിറ്റേഷൻ എന്നതിൻ്റെ പേര് പറയും. പല എന്തൊക്കെതായിട്ടുള്ള വിചാരങ്ങൾ വരുന്നുണ്ടോ, ഓരോ പ്രാവശ്യം ഓരോ ചിന്ത വരുമ്പോഴും നിങ്ങൾ കാണുക, നിങ്ങളൊരു മേഘത്തിലേക്ക് പറഞ്ഞയച്ചു, അത് വന്നു, അതങ്ങ് കടന്നുപോയി. ഇങ്ങനെ മനസ്സിൽ വരുന്ന എന്തൊക്കെ വിഷമോ സങ്കടമോ എന്ത് ചിന്ത വന്നോട്ടെ ഒരാളോടും പറയേണ്ട കാര്യമില്ല. ഇതിങ്ങനെ കണ്ടിട്ട് ഓരോ തോട്ടിനെ ഓരോ മേഘത്തിലേക്ക് പറഞ്ഞയക്കുക. അത് നിങ്ങളോട് സംസാരിച്ചു അങ്ങനെ പോയി. ഒരു 3 മിനിറ്റ് സമയം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പങ്ങൾ മുഴുവൻ പറഞ്ഞയക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സ് കാലിയായ പോലെ തോന്നിപ്പോവും. എല്ലാം എവിടേക്ക് പോയ പോലെ തോന്നിപ്പോവും. ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത്. തത്സമയം വാഷിങ്ങിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ മനസ്സിന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. എല്ലാ ദിവസവും ടൈം ടേബിൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് രാത്രി ഒരു ചെക്ക് ലിസ്റ്റ് കൂടെ തയ്യാറാക്കണം. രാവിലെ ഞാൻ ഇന്നത് ചിന്തിക്കണം എന്ന് വിചാരിച്ചു, ഉച്ചയ്ക്കിന്നത് ചിന്തിക്കണം എന്ന് വിചാരിച്ചു, സന്ധ്യയ്ക്കിന്നത് ചിന്തിക്കണം എന്ന് വിചാരിച്ചു, രാത്രി ഈ രീതിയിൽ എൻ്റെ എനർജി ലെവൽ വേണമെന്ന് വിചാരിച്ചു. അഥവാ മിസ്സിങ് ഉണ്ടെങ്കിൽ എവിടെയൊക്കെ മിസ്സായി, നാളത്തേക്ക് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ അഫർമേഷൻ ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കണം. എല്ലാ ദിവസവും ഇത്തരത്തിൽ നമുക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഒരു പെർഫെക്റ്റ് ഡെയിലി റൂട്ടീൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിരന്തരമായി ചെയ്തു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയം എന്തൊരു റിസ്ക് ആയിരുന്നു. ഇത് ആക്സിലറേറ്ററാണ്, ഇത് ബ്രേക്കാണ്, ഇത് ക്ലച്ചാണ്, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാറ് തൊടുന്നത് ഇത് ആക്സിലേറ്റർ തന്നെയല്ലേ, ബ്രേക്കിൽ തന്നെയല്ലേ, ആലോചിച്ച് ഓർമ്മിച്ച് ക്ലച്ചും തൊട്ട് സ്റ്റിയറിങ് ഇങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയോ എത്ര കഷ്ടത്തിലാണ് പഠിച്ച്. ഇപ്പം നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട്ടിൽ കാർ എപ്പോഴാണ് ചെന്ന് കയറിയെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഒരു കാര്യം എത്തിക്കും വരെ മാത്രമേ നമുക്ക് പരിശ്രമമുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ റെഗുലർ ലൈഫ് സ്റ്റൈൽ, ഒരു ഡെയിലി റൂട്ടീൻ പെർഫെക്റ്റായിട്ട് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ ആദ്യം കുറച്ച് ശ്രദ്ധ വേണ്ടി വരും. ഡ്രൈവിംഗ് പഠിച്ച പോലെ ജീവിതത്തെ ഡ്രൈവിംഗ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിക്കൊണ്ട് സമയമെടുക്കണം, കണ്ടെത്തണം, ശ്രദ്ധാപൂർവം നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഉപബോധ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതമായി മാറാൻ തുടങ്ങും. നിങ്ങൾ ഒന്നിൻ്റെയും പിന്നാലെ ഓടേണ്ടി വരില്ല. എല്ലാം നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്ന ഒരവസ്ഥയിൽ എത്താൻ പറ്റും. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നെത്തട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.